Hi. Weak people revenge. Strong people forgive. Intelligent people neglect. ഒരിക്കൽ ഒരു പാമ്പ് മൂർച്ചയേറിയ ഒരു വാളിൻ്റെ മൂർച്ചയേറിയ സൈഡിൽ കൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോവുകയായിരുന്നു. അതിൻ്റെ ശരീരം സ്വാഭാവികമായും മുറിവേറ്റു. അതിന് വല്ലാതെ വേദനിച്ചു. അതിന് വല്ലാതെ ദേഷ്യം വന്നു. ആ പാമ്പ് ആ വാളിൽ ആഞ്ഞു കൊത്താൻ തുടങ്ങി. വീണ്ടും അതിൻ്റെ വാ മുറിഞ്ഞു. അതിൻ്റെ പല്ലുകൾ അടർന്നു വീഴാൻ തുടങ്ങി. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പാമ്പ് ആ വാളിനെ വരിഞ്ഞു മുറുക്കി നശിപ്പിക്കാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ അത് തന്നെ അവിടെ നശിച്ചു വീഴുകയും അതിൻ്റെ അന്ത്യം അത് തന്നെ വിളിച്ചു വരുത്തുകയും ചെയ്തു. നമ്മുടെ ലൈഫിലെ നെഗറ്റീവ് തോട്ട്സും ഫീലിങ്സുമായിട്ടുള്ള ദേഷ്യം, വെറുപ്പ്, വൈരാഗ്യം, അസൂയ, അഹങ്കാരം പോലെയുള്ള കാര്യങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതുതന്നെയാണ് നമ്മുടെയും അവസ്ഥ. നമ്മൾ ഇങ്ങനെയുള്ള തോട്ട്സിനെ നമ്മൾ ഒരു പടിക്കപ്പുറം വേണം നിർത്താൻ. അല്ലെങ്കിൽ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും നമ്മളുടെ ഒരു വെൽബീയിങ്ങിനെയും ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിനെയും എല്ലാം വല്ലാതെ ബാധിക്കും. ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫീലിങ്സിൽ നിന്നുണ്ടാകുന്ന ഏതൊരു വാക്കും പ്രവൃത്തിയും ഒരു ചിന്ത പോലും വളരെ നെഗറ്റീവായി നമ്മെ ബാധിക്കും. അവ ബൂമറാങ് പോലെ നമുക്ക് തന്നെ ദോഷകരമായി തിരികെ വരികയും ചെയ്യും. നമ്മൾ ആർക്കെതിരെയാണോ ചിന്തിക്കുന്നത്, ആർക്കെതിരെയാണോ പ്രവർത്തിക്കുന്നത്, ആർക്കെതിരെയാണോ പറയുന്നത്, ആ വ്യക്തി ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൊള്ളണമെന്ന് തന്നെയില്ല. എന്നാൽ ഇതെല്ലാം നമ്മിലേക്ക് ഏതെങ്കിലും ഒരു സമയം തിരിച്ചു വരികയും അത് നമ്മെ വല്ലാതെ നെഗറ്റീവായി ബാധിക്കാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതം എത്തിപ്പെടാതെ നാം തന്നെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട്സിൽ നിന്ന് ദേഷ്യം, വെറുപ്പ്, വിരോധം, അസൂയ, അഹങ്കാരം പോലെയുള്ള ചിന്തകളിൽ നിന്നും മാറി നാം നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ ഫോക്കസ് ചെയ്ത് ഒരു ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. താങ്ക് യു.